യൂട്യൂബർ രാജൻ ജോസഫ് വീണ്ടും അറസ്റ്റിൽ. ആദ്യ കേസിൽ അറസ്റ്റിലായി ജാമ്യം നേടിയതിനു ശേഷം വീണ്ടും അപമാനിച്ചെന്ന് കാണിച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിലാണ് അടൂർ പോലീസിന്റെ നടപടി. സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീനാദേവിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതാണ് രണ്ടാമത്തെ പരാതി. പ്രസാദ് എം ജെ ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും രാജൻ ജോസഫിന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഈ സമാനമായിട്ടുള്ള ഈ കേസ് ആദ്യം ഒരു മാസം മുമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ഈ 2 ദിവസം മുമ്പ് തന്നെ ആ കേസിന്റെ ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മ നമ്മളോട് മാധ്യമങ്ങളോടൊക്കെ തന്നെ പറയുകയുണ്ടായി. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു രാജൻ ജോസഫ് ഏകദേശം 40-ലധികം വീഡിയോ പല പ്രാവശ്യമായി മണിക്കൂറോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് അന്ന് സംപ്രേഷണം ചെയ്തത്. മലപ്പുറത്തുള്ള ഇദ്ദേഹത്തിന് എന്താണ് വ്യക്തിവൈരാഗ്യമെന്ന് ഇപ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മ നമ്മൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്ത് വ്യക്തിവൈരാഗ്യമാണ് ഇദ്ദേഹമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന അറിയത്തില്ല. 2 പേര് തമ്മിലുള്ള സംഭാഷണം, അത് മണിക്കൂറോളം തന്നെ ദൈർഘ്യമുള്ള 40-ലധികം വീഡിയോകളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾ സംപ്രേഷണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പോലീസിൽ കേസ് കൊടുക്കുന്നത്. സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തെ അടൂർ പോലീസ് മലപ്പുറത്തു നിന്നും അറസ്റ്റ് ചെയ്ത് അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അന്ന് അടൂരിലെ CPM ഒത്താശയോടുകൂടി ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു ചെയ്തിരുന്നത്. സമാനമായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം 2 ദിവസം മുമ്പാണ് വീണ്ടും ഇദ്ദേഹം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വീണ്ടും പോസ്റ്റ് ഇടുകയും അതിന്റെ പരാതി, രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാജൻ ജോസഫിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദീപ്തി, ശരി, എന്തായാലും രാജൻ ജോസഫ് വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. ആദ്യ കേസിൽ അറസ്റ്റിലായി ജാമ്യം നേടിയതിനു ശേഷം വീണ്ടും അപമാനിച്ചെന്ന് കാണിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിലാണ് എന്തായാലും അടൂർ പോലീസിന്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിലൂടെ ശ്രീനാദേവിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് രണ്ടാമത്തെ പരാതി. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്.